രാജസ്ഥാൻ റോയൽസ് അല്ലെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതിൻ്റെയൊക്കെ വാല്യുവേഷൻ ഈയിടെ അത് വിറ്റപ്പോൾ, ആ കമ്പനികൾ വിറ്റപ്പോൾ, അതിൻ്റെ പഴയ ഉടമസ്ഥർ അത് വിറ്റപ്പോൾ ഏകദേശം 1000 കോടി അല്ലെങ്കിൽ 500 കോടിയായിരുന്നു എൻ്റെ ഓർമ്മ 2008 അത് തുടങ്ങുമ്പോൾ. അതെല്ലാം 16,000 കോടി രൂപ. അത്രയും വലിയ ഒരു ജമ്പ്, ഒരു ഹ്യൂമങ്കസ് ജമ്പ് അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം 10 പൈസ മാത്രം മുഖവിലയുള്ള, നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് പറയാൻ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന, പ്രത്യേകിച്ചും യൂത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. പ്രത്യേകിച്ചും ഇപ്പോൾ സഞ്ജു സാംസൺ CSKയുടെ ഒരു മാർക്യൂ പ്ലെയർ ആയതിനു ശേഷം CSKയുടെ ഷെയർ ഇപ്പോൾ ഇത് വാങ്ങി വെക്കുന്നതുകൊണ്ട് അൺലിസ്റ്റഡ് ടെറിട്ടറി ആണെങ്കിലും ഇത് നാളെ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഒരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അതൊക്കെ ഇനിയും തുടരുമോ? എങ്ങനെയാണ് ഈ സ്പോർട്സ് ഇക്കോണമിയും ഈ പറയുന്ന CSK പോലെയുള്ള കമ്പനികളുടെ ലിസ്റ്റിംഗ് ഒക്കെ സാർ കാണുന്നത്? സ്പോർട്സ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. സെഗ്മെൻറ്റുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് അതിൻ്റെ അട്രാക്ഷൻ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യമായി കഴിഞ്ഞാലും 250, 260 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ആ വാല്യുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സസ്റ്റെയിൻ ചെയ്യുന്ന വാല്യുവേഷനാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് 105 കോടി ജനങ്ങളുണ്ട്, നമുക്ക് 35 വയസ്സിന് താഴെയുള്ള ജനങ്ങൾ. ഇവർ ഗ്രോ ചെയ്ത് വരികയാണ്. ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അട്രാക്ഷൻസ് അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സെക്ടറാണ് ഈ സെക്ടർ. അതുകൊണ്ട് തന്നെ ആ സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല കാലമാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രൊവൈഡഡ് ദാറ്റ് ഫണ്ടമെൻ്റൽസ് ഉള്ള ടീമുകൾ, ചില ടീമുകൾ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഡിസോൾവ് ചെയ്ത് പോയേക്കാം, മറ്റു പല ടീമുകളൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്റ്റോക്കുകൾ വളരെ ഓപ്പർച്യൂണിറ്റിയാണ്.